കോഴിക്കോട് കോവൂർ ഇരിങ്ങാടൻ പള്ളി റോഡ് രാത്രികാലങ്ങളിൽ ലഹരി സംഘങ്ങൾ താവളമാക്കുന്നു എന്ന ആരോപണവും തുടർ തർക്കങ്ങളും ചർച്ച ചെയ്യാൻ ഇന്ന് യോഗം ചേരുന്നുണ്ട്. മെഡിക്കൽ കോളേജ് JCP വിളിച്ച യോഗം രാവിലെ 11 മണിക്കാണ്. കോവൂർ ഇരിങ്ങാടൻ പള്ളി ഭാഗത്തെ പ്രദേശവാസികളും കച്ചവടക്കാരും വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രതിനിധികളും ഈ യോഗത്തിൽ പങ്കെടുക്കും. സമീർ സി മുഹമ്മദാണ് കോഴിക്കോട് നിന്ന് ഇപ്പോൾ വിശദാംശങ്ങളുമായി ചേരുന്നത്. സമീർ, എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ഈ യോഗത്തിന്റെ പരിഗണനയ്ക്ക് വരിക? സമീർ, ഇരിങ്ങാടൻ പള്ളി മേഖലയിലുണ്ടായ തർക്കങ്ങളുമായി ബന്ധപ്പെട്ട് അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്നിപ്പോൾ യോഗം വിളിച്ചിരിക്കുന്നത്. അവിടെ ലഹരി സംഘങ്ങൾ അവരുടെ താവളം ഉറപ്പിക്കുന്നു എന്നുള്ള ആരോപണം ഉയരുന്നുണ്ട്. അതിനിടയിലാണ് സംഘർഷം ഉണ്ടായത്. ഇതുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് യോഗം ചേരുന്നത്. മെഡിക്കൽ കോളേജ് ACP ആണ് യോഗം വിളിച്ചിരിക്കുന്നത്. ഇന്ന് രാവിലെ 11 മണിക്കാണ് ഇതുമായി ബന്ധപ്പെട്ട യോഗം ചേരുക. കോവൂർ ഇരിങ്ങാടൻ പള്ളി ഭാഗത്തെ പ്രദേശവാസികളും കച്ചവടക്കാരും ഒക്കെ ഈ യോഗത്തിൽ പങ്കെടുക്കും. സമീർ സി മുഹമ്മദ് കോഴിക്കോട് നിന്ന് ചേരുന്നുണ്ട്. സമീർ, ഈ ലഹരി സംഘങ്ങൾ ഈ മേഖല താവളമാക്കുന്നു എന്നാണല്ലോ ഒരു വിഭാഗത്തിന്റെ ആരോപണം. എന്തൊക്കെ കാര്യങ്ങൾ ഈ യോഗത്തിന്റെ ചർച്ചയ്ക്ക് വരും സമീർ? ഉന്മേഷ്, കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിക്കൊണ്ട് കോവൂർ ഇരിങ്ങാടൻ പള്ളി റോഡിൽ വലിയ സംഘർഷമാണ് ഉണ്ടാകുന്നത്. കട ഉടമകളും അതുപോലെ തന്നെ നാട്ടുകാരും തമ്മിലാണ് ഈ സംഘർഷം. പ്രധാനമായും നാട്ടുകാർ പറയുന്നത് രാത്രി 10 മണിക്ക് ശേഷം കടകൾ തുറന്ന് പ്രവർത്തിപ്പിക്കരുത്. പ്രധാനമായും ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ ലഹരി മാഫിയ സംഘം പ്രവർത്തിക്കുന്നുണ്ട്. അത്തരമൊരു സംഭവം ഉണ്ടാകുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ തങ്ങൾ ഈ കടകൾ അടച്ചുകൊണ്ട് പോകണം. ഈ 10 മണിക്ക് ശേഷം ഈ നൈറ്റ് ലൈഫുമായി ബന്ധപ്പെട്ടുള്ള അത്തരത്തിലുള്ള കടകൾ പ്രവർത്തിക്കുന്ന ആ നടപടിയെ അംഗീകരിക്കാനാകില്ല എന്നാണ് നാട്ടുകാരുടെ നിലപാട്. അതേസമയം തന്നെ കട ഉടമകളും അതുപോലെ കടയിലെ ജീവനക്കാരും പറയുന്നു, ഇപ്പോൾ നല്ല കച്ചവടം നടക്കുന്ന സമയമാണ്, ഈ തട്ടുകടലിലൊക്കെ നല്ല തിരക്കേറുന്ന സമയമാണ്. ആ സമയത്ത് ഇത്തരം കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് കടകൾ അടപ്പിക്കരുത്, തങ്ങളുടെ ഉപജീവന മാർഗ്ഗമാണ്. മാത്രമല്ല, ഇതിനകത്ത് നാട്ടുകാർ കയറി ഈ വിഷയങ്ങളെ കൈകാര്യം ചെയ്യേണ്ടതല്ല. ഒരു സദാചാര പോലീസിൻ്റെ ആവശ്യമല്ല. ഇവിടെ പോലീസുണ്ട്, ഇവിടെ നിയമ സംവിധാനങ്ങളുണ്ട്. എന്തെങ്കിലും നടപടി ഉണ്ടെങ്കിൽ അത് പോലീസിൻ്റെ ഭാഗത്തു നിന്നാണ് ഉണ്ടാകേണ്ടത്. അല്ലാതെ നാട്ടുകാർ കയറി കടകൾ അടപ്പിക്കുകയും അതുപോലെ അവിടെ എത്തുന്ന ഉപഭോക്താക്കളെ കയ്യേറ്റം ചെയ്യുകയും ചെയ്യുന്ന ആ നടപടി ഒരിക്കലും അംഗീകരിക്കാനാകില്ല എന്ന ആ ഒരു നിലപാട് തുടരുകയും ചെയ്യുന്നു. അതുമായി ബന്ധപ്പെട്ടാണ് കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ ഈ സംഘർഷം ഉണ്ടാകുന്നത്. അതിൽ ഏതാനും പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഇത്തരമൊരു സംഭവങ്ങൾ ആവർത്തിക്കുന്ന ഒരു വേളയിലാണ് ഇപ്പോൾ ACP തന്നെ ഈ രണ്ട് കൂട്ടരെയും ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുന്നത്. ഉച്ചയോടുകൂടിയാണ് ഈ ചർച്ച. ആ ചർച്ചയിൽ എന്തൊക്കെ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയും? പ്രധാനമായും കോഴിക്കോട് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ വലിയ രീതിയിലുള്ള ലഹരി മാഫിയ പ്രവർത്തിക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് രാത്രികാല കടകളെയൊക്കെ കേന്ദ്രീകരിച്ചും വിൽപ്പന നടക്കുന്നു എന്നുള്ള വിവരം പോലീസിനുമുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഈ വിഷയത്തിൽ അത് എത്രമാത്രം സാധൂകരിക്കാൻ കഴിയും, അത്രമാത്രം ശരിയുണ്ട് എന്നുള്ളതോട് അത്തരത്തിലുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിക്കും. അതുപോലെ തന്നെ നമുക്കറിയാം, ഇപ്പോൾ കോഴിക്കോട് ബീച്ചിലൊക്കെ രാത്രി സമയത്തൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ അവിടങ്ങളിലൊക്കെ പോലീസിൻ്റെ സാന്നിധ്യമുണ്ട്. അങ്ങനെയെങ്കിൽ ഇരിങ്ങാടൻ പള്ളി റോഡിലും പോലീസിൻ്റെ സാന്നിധ്യത്തോടുകൂടെ കടകൾ തുറന്ന് പ്രവർത്തിക്കാൻ കഴിയും. അത്തരത്തിലുള്ള പ്രതീക്ഷയും കട ഉടമകൾ പങ്കുവെക്കുന്നു. എന്തായാലും 11 മണിയോട് കൂടെയാണ് ഈ യോഗം ചേരുക. ഉമേഷ്, സമീർ സി മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്.